ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഓം നമഃ ശിവായ എന്ന മഹാമന്ത്രത്താൽ നമ്മൾക്ക് നേടിയെടുക്കാവുന്ന ഒരുപാട് ബീജാക്ഷര മന്ത്ര സാധനാക്രമത്തിലൂടെ നേടിയെടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ. ഓം നമഃ ശിവായ എന്ന മന്ത്രം വാമദേവ ഋഷി എന്ന് പറയുന്ന ഋഷിയാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴും ആ മന്ത്രം കണ്ടുപിടിച്ച ഋഷിയെ ഓർമ്മപ്പെടുത്തണം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ മന്ത്രം വാമദേവ ഋഷിയാണ് കണ്ടുപിടിച്ചത്. അത് ഋഷിപ്രോക്തമാണ്. ഋഷീശ്വരന്മാർ ശരിവെച്ചിട്ടുള്ള ഒരു മന്ത്രമായതുകൊണ്ടാണ് ഋഷിപ്രോക്തം എന്ന് പറയുന്നത്. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവത, ഇതാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ഈ മന്ത്രം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് സാത്വിക ഭാവത്തിലായിരിക്കണം. ഭഗവാൻ ഉണർന്നിരിക്കുന്ന ആ രൂപമായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകും. ധ്യാനത്തിലിരിക്കുന്നത് ആയാൽ നമ്മൾക്ക് അതിൻ്റെ ഗുണങ്ങൾ കുറയും. അപ്പോൾ ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ഭഗവാൻ പാർവതി സമേതനായിരിക്കുന്ന ഭാവത്തിലായിരുന്നാൽ വളരെ വിശേഷമായിരിക്കും. യോഗീശ്വരന്മാരാണ് ധ്യാനരൂപത്തിൽ ജപിക്കേണ്ടത്. അപ്പോൾ ഓം നമഃ ശിവായ എന്ന മന്ത്രം വിവിധ ആവശ്യങ്ങൾക്ക് എങ്ങനെ ജപിക്കാം എന്ന് നമ്മുടെ ഋഷിമാർ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു അറിവാണ് ഇന്നത്തെ എൻ്റെ ഈ എപ്പിസോഡ്. ഭഗവാന്റെ ഓം നമഃ ശിവായ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ വിചാരിക്കും വലിയ മന്ത്രമാണ്, വലിയ സംഗതികളാണെന്നൊക്കെ തോന്നും. പക്ഷെ ഇതിൻ്റെ അർത്ഥം വെറും സിമ്പിളാണ്. ഓം നമഃ ശിവായ, നിൻ്റെ നാവിൽ മംഗളം ഭവിക്കട്ടെ, നിൻ്റെ നാവിൽ നന്മയുണ്ടാവട്ടെ, അത് തന്നെയാണ് ഞാനും എന്ന് പറയുന്ന ആ മഹാശാസ്ത്രമാണ് ഓം നമഃ ശിവായ. ഇന്ന് ഞാൻ അതിൻ്റെ അവശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഓരോ അക്ഷരവും ന മ ശി വ അങ്ങനെയുള്ള അക്ഷരങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾക്ക് നേടിയെടുക്കാവുന്ന ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഗുരുക്കന്മാർ തന്ന അറിവ് നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുകയാണ്. നമ്മൾക്ക് അറിയാം ഓം നമഃ ശിവായ എന്ന വാക്കിലെ അക്ഷരമാണ് യ. ആ യും എന്ന് കൂട്ടി നമഃശിവായ ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് എനർജി നമ്മൾക്കത് അനുഭവിക്കാൻ പറ്റും. അതായത് ഓം യും നമഃ ശിവായ, ഓം യും നമഃ ശിവായ, ഓം യും നമഃ ശിവായ. ഇതാണ് ആ മന്ത്രം. ഈ മന്ത്രം എന്തിനാണ് ഉരുവിടേണ്ടതെന്നുണ്ടെങ്കിൽ സമ്പത്തിനായി. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഇത് നിത്യം 108 തവണ ജപിക്കുക. മായാ പഞ്ചാക്ഷര മന്ത്രം എന്നാണ് ഇതിൻ്റെ നാമകരണം.
ഇത് നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടിന് അനുഭവിക്കുന്നവരാണെങ്കിൽ, ശിവനെ പ്രത്യേകിച്ച് ഉപാസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കടങ്ങൾ വീടുന്നതിന് വഴി തെളിയും. ഇതേപോലെ തന്നെ നമഃശിവായ എന്ന മന്ത്രാക്ഷരത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് വശ്യത്തിന് വേണ്ടി. നമുക്ക് ഭാര്യാഭർത്ത് വശ്യം വരണം, അല്ലെങ്കിൽ സന്താനങ്ങൾ തമ്മിൽ ഐക്യം വരണം, അങ്ങനെയുള്ള ആവശ്യം, നമ്മുടെ ബന്ധുമിത്രങ്ങൾ വശ്യമായി വരണം, നമ്മുടെ അയൽപ്പക്കക്കാരെല്ലാവരും നമ്മളോട് വശ്യമായി വന്ന് ശാന്തി സമാധാനത്തോടു കൂടി ജീവിക്കണമെന്ന സദുദ്ദേശമുള്ളവരാണെങ്കിൽ മാത്രം ഈ മന്ത്രം നമ്മൾക്ക് ഉപയോഗിക്കാം. കാരണം ഭഗവാൻ തന്നെയാണ് ഈ വിശ്വമാകുന്ന ഗുരു. അപ്പോൾ അവിടെ എല്ലാവരും തുല്യരാണ്, ക്രിസ്ത്യനോ മുസ്ലിമോ ഒന്നും വേർതിരിവില്ല. സൽമനസ്സോടുകൂടി നമ്മൾ ജപിച്ചാൽ തീർച്ചയായും അതിൻ്റെ ഗുണങ്ങൾ നമ്മൾക്ക് അനുഭവിക്കാം. ഇതിൻ്റെ മന്ത്രം ഓം ക്ലീം നമഃ ശിവായ. ഓം ക്ലീം നമഃ ശിവായ. ഓം ക്ലീം നമഃ ശിവായ. ഇങ്ങനെ ഭക്തി പുരസ്സരം ജപിക്കണം. ഇത് വശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ പേരാണ് മതപഞ്ചാക്ഷരം. ഭഗവാൻ പരമേശ്വരൻ്റെ മതപഞ്ചാക്ഷര മന്ത്രം ക്ലീം, ഓം ക്ലീം നമഃ ശിവായ. ഇങ്ങനെ ജപിച്ചാൽ സകല ജനങ്ങളും വശ്യമായി വരും, ഭാര്യാഭർത്ത് വശ്യങ്ങളുണ്ടാവും, കാമുകി കാമുകന്മാർക്കും ഇത് ഗുണങ്ങൾ ഉണ്ടാക്കും. സത്യസന്ധമായ കാമുകി കാമുകന്മാരാണെങ്കിൽ തീർച്ചയായും ഗുണങ്ങളുണ്ടാവും. ഇതുപോലെ തന്നെയാണ് മറ്റൊരു ശക്തി പഞ്ചാക്ഷര മന്ത്രം എന്ന് പറയും. അതായത് നമ്മൾക്ക് ശക്തി ഉണ്ടാവണം. അതായത് നമുക്ക് സമൂഹത്തിലായിക്കോട്ടെ, ആരോഗ്യപരമായിക്കോട്ടെ, ഏത് രീതിയിലായാലും ശക്തിയും സമ്പത്തും വിദ്യയും ഒന്നിച്ചാൽ മാത്രമാണ് ഒരു പൂർണ്ണത്വം ഭവിക്കുക എന്ന് പറയാം. അതിന് ലക്ഷ്മി, സരസ്വതി, പാർവതി മാതാവ് എന്നുള്ള 3 സങ്കല്പം ഒരുമിച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വന്നാൽ അവർ രാജാവും രാജകുമാരികളും തന്നെയായിരിക്കും. ഓം പഞ്ചാക്ഷര മന്ത്രം ചൊല്ലാം. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഹ്രീം നമഃ ശിവായ. ഇതാണ് ശക്തി പഞ്ചാക്ഷര മന്ത്രം. ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് ഈ മന്ത്രം നിത്യം 108 തവണ ജപിക്കാം. കാലത്ത് ചൊല്ലുന്നതായിരിക്കും വളരെ വിശേഷം. തീരെ സൗകര്യമില്ലെങ്കിൽ സന്ധിക്ക് അത് ചൊല്ലാവുന്നതാണ്. അതുകൂടാതെ അടുത്ത ഒരു ബീജാക്ഷരം എന്ന് പറയുന്നത് ഐം. ഇത് എന്തിനും നമ്മൾ ഉപയോഗിക്കും? വിദ്യ അല്ലെങ്കിൽ ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പ്രത്യേകിച്ച് നമ്മൾ ജപിക്കേണ്ടത്. ഇതിന് വിദ്യാ പഞ്ചാക്ഷര മന്ത്രം എന്ന് പറയുന്നു. വിദ്യാർത്ഥികളാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ വരെ ഈ മന്ത്രം നിത്യം ജപിച്ചാൽ തീർച്ചയായും വിദ്യയിലുള്ള തടസ്സങ്ങളെല്ലാം മാറി ജോലി ലഭിച്ചിരിക്കും. ഇപ്പോൾ ജോലിക്ക് തടസ്സമുള്ളവർക്കും ഇത് ചൊല്ലാം. ഒരു സംശയം വേണ്ട, പരമേശ്വരനിൽ പൂർണ്ണ വിശ്വാസമുണ്ടാകണം എന്ന് മാത്രം. ഈ മന്ത്രം ഞാൻ ചൊല്ലാം. ഓം ഐം
നമഃ ശിവായ. ഓം ഐം നമഃ ശിവായ. ഓം ഐം നമഃ ശിവായ. ഇതാണ് വിദ്യാ പഞ്ചാക്ഷര മന്ത്രം. അടുത്തതായി പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ രം എന്ന വാക്കുകൊണ്ട്, ആ വാക്കുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെ രം, അതായത് ശമനം വരുത്തുക എന്നർത്ഥം. രം എന്ന വാക്ക് രോഗശമനത്തിന് ഈ മന്ത്രം വളരെ വിശേഷമാണ്. ഇതിൻ്റെ പേര് മുക്തി പഞ്ചാക്ഷരം എന്നാണ് പറയുക. രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ബീജാക്ഷര നമഃശിവായ മന്ത്രം നിത്യം 108 തവണ ജപിച്ചാൽ തീർച്ചയായും രോഗമുക്തി ഉണ്ടായിരിക്കും. മന്ത്രം ഞാൻ പറയാം. ഓം രം നമഃ ശിവായ. ഓം രം നമഃ ശിവായ. ഓം രം നമഃ ശിവായ. ഇതാണ് മുക്തി പഞ്ചാക്ഷര മന്ത്രം. അടുത്ത മന്ത്രം എന്ന് പറയുന്നുണ്ടെങ്കിൽ ശ്രീം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഐശ്വര്യപൂർത്തി ഉണ്ടാക്കി തരുവാൻ, ധനധാന്യ സമൃദ്ധി ഉണ്ടാക്കി തരുവാൻ, കലഹം തീർന്ന് ഐശ്വര്യത്തിന് ചൊല്ലുന്ന മന്ത്രമാണ് ശ്രീ പഞ്ചാക്ഷര മന്ത്രം എന്ന് പറയുന്നത്. ഈ മന്ത്രം നിത്യേന നമ്മുടെ വീടുകളിൽ വിളക്ക് കൊളുത്തി കാലത്തെ സമയത്ത് ചൊല്ലിയാൽ മഹാലക്ഷ്മി ആ ഭവനത്തിൽ പൂർണ്ണമായി പൂർണ്ണശക്തിയോടുകൂടി വിലയം പ്രാപിച്ച് ആ കുടുംബത്തെ കാത്തുരക്ഷിക്കുന്നതായിരിക്കും. എല്ലാ ഐശ്വര്യപൂർത്തിയും അവർക്ക് അമ്മ പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും. മന്ത്രം ഞാൻ ചൊല്ലാം. ഓം ശ്രീം നമഃ ശിവായ. ഓം ശ്രീം നമഃ ശിവായ. ഓം ശ്രീം നമഃ ശിവായ. ഇതാണ് ശ്രീ പഞ്ചാക്ഷര മന്ത്രം. കലഹം തീർന്ന് ഐശ്വര്യത്തിന് ചൊല്ലുന്ന ഒരു മന്ത്രമാണ്. ഈ മന്ത്രം നിത്യം നിങ്ങൾ ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കും. ഇതിലെ മറ്റൊരു പ്രത്യേകത എന്നുണ്ടെങ്കിൽ ഒരു മന്ത്രം മാത്രമേ നമ്മൾ ജപിക്കാൻ പാടുള്ളൂ. ഏതാണോ നമ്മളുടെ ആവശ്യം, ആ ആവശ്യം കണക്കാക്കിക്കൊണ്ട് ഒരൊറ്റ മന്ത്രം മാത്രം ജപിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള മന്ത്രങ്ങളെല്ലാം ആ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ചൊല്ലാൻ പാടുള്ളൂ. ഇതെല്ലാം എൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ജപിച്ചാൽ ഫലം കിട്ടില്ല. ഏതാണോ നമ്മളുടെ പ്രാധാന്യമായിരിക്കുന്ന ആവശ്യം, ആ ആവശ്യം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം മന്ത്രം തിരഞ്ഞെടുക്കേണ്ടത്. മറ്റൊന്ന് ഞാൻ പറയാനുള്ളത്, ഒരുപാട് മന്ത്രങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇടുന്നത് ഒരാൾ ചോദിക്കുകയുണ്ടായി. അതായത് നമ്മുടെ ജാതകത്തിൽ നോക്കിയിട്ട് വേണം ഓരോ ഉപാസനാമൂർത്തിയും തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നമ്മൾക്ക് സൂട്ടല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തണം. അടുത്ത മന്ത്രം തിരഞ്ഞെടുക്കണം. ഏതാണോ നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് ഫലവത്ത് വരുന്നത് അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഗുരുവിനെ സമീപിച്ച് ജാതകം പരിശോധിച്ച് അങ്ങനെ തിരഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ പൂർവികർ കൈമാറി തന്നിട്ടുള്ള മന്ത്രങ്ങൾ, അപ്പോൾ ജാതകം നോക്കണമെന്നില്ല, അതിനെ ഉപാസിച്ചു കൊണ്ട് നടക്കാനും പറ്റും. അതിനാലാണ് ഒരുപാട് മന്ത്രപരിചയങ്ങൾ ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
എൻ്റെ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ ഒരുപാട് വർഷങ്ങൾ അലഞ്ഞ് നേടിയിട്ടുള്ള ഒരുപാട് അറിവുകളാണ് നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം കൊണ്ട് പകർന്നു തരാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ എപ്പിസോഡും അതിനായി ഞാൻ വിനിയോഗിക്കുകയാണ്. അതിനെല്ലാം നിങ്ങൾ ആ സ്നേഹം തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനലിന് എല്ലാവിധ സഹായങ്ങളും, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള സുഹൃത്തുക്കളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു അറിവുമായി വരുന്നതുവരെ എല്ലാവരെയും കുടുംബ പരദേവത അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോ നമഃ ശിവായ.